ഇന്ന് സൺഡേ, ചിക്കനൊന്നുമില്ല. ഞങ്ങൾ നെത്തോലി മീൻ, കുഞ്ഞ് മീൻ വറുത്ത് അത് വറ്റിച്ചാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. കാണാം. റെഡി. ഇത് നെത്തോലി മീൻ വറ്റിക്കാണ്. പച്ചമുളകും തക്കാളിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആദ്യമൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കുക. നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ ആക്കണം. കുറച്ച് പുളി, വാളം പുളി പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഇത് ആക്കണം. അതുപോലെ തന്നെ കുറച്ച് ഈ തക്കാളിയും കുറച്ച് മുളക് പൊടിയൊക്കെ കൂടെ ഒരു പേസ്റ്റ് രൂപേണ കുറച്ച് വെള്ളം പോലെ, ചാറ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലൊഴിക്കാനാണ് ഇത്. ആ സമയം കൊണ്ട് നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ചെന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ഉച്ചക്കത്തേക്കുള്ളതാണ് കേട്ടോ. കാലത്ത് ഇഡ്ഡലിയായി, ചട്നിയായി, അത് ഓരോരുത്തരായിട്ട് കഴിച്ചു കഴിഞ്ഞു. ഹലോ ഗൈസ്, ഇതില്ലേ നമ്മൾ ഈ നത്തോലിയൊക്കെ കടയിലേ ഒരു 5-6 പീസൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് വിലയെന്നറിയോ? 70 രൂപയൊക്കെ, 70-80 രൂപയൊക്കെ മേടിക്കുന്ന കടകളുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ 100 രൂപയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ മീൻ, ഈ നെത്തോലി മീനുണ്ടല്ലോ, ഇത് സ്ത്രീകൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മീൻ. ഇതിൽ നല്ല വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ മുള്ളൊക്കെ ഇല്ലേ, കടിച്ച് തിന്നാം. നമുക്ക് നന്നായിട്ടാകുമ്പോൾ നമുക്കങ്ങനെ കഴിക്കാം. നമുക്കപ്പോൾ ഈ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളിൻ്റെ ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊരു വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാ മീൻ കറി വയ്ക്കുന്ന ടേസ്റ്റല്ല. ഇത് ശശിയേട്ടൻ്റെ സ്പെഷ്യലാണ്. സ്പെഷ്യൽ മക്കളെ, സ്പെഷ്യൽ. ഒക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, വെറൈറ്റി ആയിട്ട്. ഇത് മൊരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് വേണമെങ്കിൽ ഒഴിക്കാൻ തോന്നും അല്ലേ? വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കത് ആവട്ടെ. ലൈറ്റായിട്ട് തിള വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത്. ഇത് കുറച്ച് നേരം വറ്റിച്ചെടുക്കണം. നമുക്കിത് ഇത്തിരി ചാറ് കാര്യമില്ല, കാരണം നന്നായിട്ട് വറ്റുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഉപ്പെല്ലാം കറക്റ്റാണോ? ഒരു നുള്ളു ഉപ്പ് വരാൻ വേണ്ടി ഇടാം. ഓക്കെ, മതി. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്.